ഒരുപക്ഷെ തുല്യതയില്ലാത്ത വിധം SKSSFന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വർഷങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മലബാറിന്റെ ഹൃദയനഗരത്തിൽ ഈ സമൂഹവും രാജ്യവും മീഡിയകളുമൊക്കെ കേൾക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്ലാം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട മതം ഇസ്ലാമും പദം ജിഹാദുമാണ്. അതിന്റെ അലയൊലികൾ ഓരോ ദിവസവും കഴിയുന്നതിനനുസരിച്ച് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഏറ്റവും അടുത്ത് ഈ 2-3 ദിവസങ്ങൾക്കകം ഇവിടുത്തെ മീഡിയകളും മറ്റും ആഘോഷിച്ച 2 കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. അതിലൊന്ന്, കാസർഗോഡ് ജില്ലയിലെ ഒരു മുസ്ലിം കാനേഷുമാരിയിൽപ്പെട്ട ഒരു പെൺകുട്ടി അവരുടെ പർദ ധാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഴിക്കോട് നടത്തിയ ഒരു പത്രസമ്മേളനമാണ്. മീഡിയകൾ, മതമൗലികവാദികൾ തന്റെ വസ്ത്രധാരണത്തെ എതിർക്കുന്നു എന്ന് ആഘോഷിച്ച് പറയുമ്പോഴും ഈ പെൺകുട്ടി പറഞ്ഞില്ല ആരാണ് നിർബന്ധമായി അവരെ ഇസ്ലാമിക വേഷം ധരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ന്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണോ, അതല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു എക്സ്റ്റാബ്ലിഷ്ഡ് മതസംഘടനയാണോ? പറഞ്ഞില്ല. ഞാനതിന്റെ ന്യായാന്യായങ്ങളിലേക്കൊന്നും കടക്കണില്ല, പണ്ഡിതന്മാരിരിക്കുന്ന സദസ്സാണ്. ഇത്തരം വിഷയങ്ങളെ ആഘോഷിക്കുന്ന മീഡിയകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിലെ മുസ്ലിം സമൂഹം ഇവിടെ ജീവിക്കുന്നത് നൂറ്റാണ്ടുകളായി. ഒരുപക്ഷെ ലോകത്തിലെവിടെയും തുല്യതയില്ലാത്ത ഒരു ഇസ്ലാമിക സാമൂഹ്യക്രമം കേരളത്തിലുണ്ട്. ഇവിടെ എല്ലാ മതപൗരോഹിത്യത്തെയും നിങ്ങൾ പരിശോധിച്ചു നോക്കുക. ക്രൈസ്തവ മതപൗരോഹിത്യത്തിന് അവരുടേതായ രീതികളും ചിട്ടകളുമുണ്ട്. ഒരു പള്ളിയിലച്ഛൻ അല്ലെങ്കിൽ ക്രൈസ്തവ പുരോഹിതൻ പ്രത്യേകമായ വേഷവിധാനങ്ങൾ അവർക്കുണ്ട്. ഒരു ഹിന്ദു പുരോഹിതന് കാവ്യവസ്ത്രം ധരിക്കുന്ന പ്രത്യേകമായ വേഷവിധാനമുണ്ട്. അത്തരത്തിൽ ഒരു വേഷ നിർബന്ധവുമില്ലാത്ത ഒരു പൗരോഹിത്യമാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് വർഷങ്ങളായി നേതൃത്വം കൊടുക്കുന്നത്. സമസ്തയുടെ കേരളത്തിലെ, ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മത സാമൂഹ്യ സംഘടനക്ക്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാവിന്, അഭിമന്യനായ നമ്മളുടെ ചെറുശ്ശേരി ഉസ്താദിന്, അദ്ദേഹം ധരിക്കുന്ന വേഷം മലയാളിയുടെ മുണ്ടും ഷർട്ടുമാണ്. മക്കയിലെ പള്ളിയിൽ കുത്തുബ നിർവഹിക്കുന്ന, ഇമാമത്ത് നൽകുന്ന അറബി ധരിക്കുന്ന വേഷമല്ല, അറബിയുടെ കന്തൂറയല്ല, ഈ മലയാളത്തിലെ വേഷമാണ്. ഖുർആനിനെ കുറിച്ച് ഏറ്റവും ആധികാരികമായി പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാസിമിയുടെ വേഷം മലയാളിയുടെ വേഷമാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾ മാത്രമാണ് മലയാളത്തിൽ അവരുടെ ദഅവത്ത് നിർവഹിക്കുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ സുതാര്യമായി കേരളത്തിൽ ജീവിച്ചു പോകുന്നത് എന്നതിനർത്ഥം അവരുടെ പ്രബോധനത്തിന്റെ രീതിയാണ്. കോഴിക്കോടിന്റെ നഗരഹൃദയത്തിൽ 9 വർഷമായി ഇവിടെ ഖുർആനിനെ കുറിച്ച് അധികരിച്ചുകൊണ്ട് പ്രസംഗങ്ങൾ നടക്കുകയാണ്. അറബിയിലല്ല, ഉറുദുവിലല്ല. ഈ രാജ്യത്തിലെ ഏതു മലയാളിക്കും ഏതു മീഡിയക്കും ഗ്രഹിക്കാനാകുന്ന വിധത്തിൽ മലയാളത്തിലാണ്. തങ്ങളുടെ ദഅവത്ത് മലയാളത്തിലാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. താൻ ജീവിക്കുന്ന ചുറ്റുപാടുകളോട് ഇഴുകിച്ചേരുകയും ഈ രാജ്യത്തെ ഇത്രയധികം സ്നേഹിക്കുകയും ചെയ്യുന്നു. മറ്റൊരു തരത്തിലും ഇസ്ലാമികമായ രീതികൾ, മതപരമായ രീതികൾ പറയുന്നുണ്ട്. വസ്ത്രധാരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ അദ്ദേഹം പറയും. ഇവിടെ എങ്ങനെയാണ് ഒരു സ്ത്രീ വസ്ത്രം ധരിക്കേണ്ടത്? ആ വസ്ത്രത്തിന്റെ പേര് പറഞ്ഞിട്ടല്ല, ചുരിദാറെന്നോ സാരി എന്നോ അതല്ലെങ്കിൽ പർദ്ദയെന്നോ പറഞ്ഞിട്ടല്ല. ഒരു വസ്ത്രത്തെയും നിർബന്ധമാക്കുകയല്ല, വസ്ത്രധാരണ രീതിയെയാണ് ഇസ്ലാം എങ്ങനെ അതും ഇസ്ലാം എന്ന് പറയുന്നത്, അതിനകത്ത് കുറെ കാനേഷുമാരി മുസ്ലിങ്ങൾ ജീവിക്കുന്നുണ്ട്. എത്ര അവിശ്വാസികൾ ജീവിക്കുന്നുണ്ട് മുസ്ലിം സമൂഹത്തിൽ. ഇന്ത്യയുടെ ഗവൺമെന്റോ രാജ്യത്തിലെ ഭരണമോ ഒരു മുസ്ലിമിന് അനുവദിക്കുന്ന, മുസ്ലിം എന്ന കാനേഷുമാരിക്ക് അനുവദിക്കുന്ന സകല ആനുകൂല്യങ്ങളും പറ്റുന്ന എത്ര മുസ്ലിങ്ങൾ അവിശ്വാസികളാണ്. ഞങ്ങൾ അള്ളാഹുവിനെ നിരാകരിക്കുന്നവരാണ്, പ്രവാചകനെ നിരാകരിക്കുന്നവരാണ്, ഖുർആനെ നിരാകരിക്കുന്നവരാണ്. ഇവിടെ മീഡിയകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മുസ്ലിങ്ങൾ എന്ന കാനേഷുമാരി ചെയ്യുന്ന തോന്നിവാസത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ഏറ്റെടുക്കാൻ ഇസ്ലാമിക സമൂഹം ബാധ്യസ്ഥല്ല. അത് മുസ്ലിം കാനേഷുമാരിയാണ്. അവർ ചെയ്യുന്ന തോന്നിവാസങ്ങൾ ഇസ്ലാമിക സമൂഹം ഏറ്റെടുക്കേണ്ട കാര്യമല്ല. ഈ വസ്ത്രധാരണത്തിന്റെ രീതിയെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഏതോ ഒരു ഗ്രാമത്തിൽ
ഇവിടെ ഖുർആനെ കുറിച്ച് റഹ്മത്തുള്ളാ ഖാസിമി പ്രസംഗിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ നഗരമധ്യത്തിൽ വെച്ചാണ്. എന്താണ് ഇസ്ലാം എന്ന്, എന്താണ് ഖുർആൻ എന്ന്. ഏതെങ്കിലും അങ്ങാടിയിൽ ഏതെങ്കിലും ഒരു ഗ്രാമപ്രദേശത്ത് ഒരു പീഡികക്കകത്തിണ്ടയിലിരുന്നിട്ട് ആരെങ്കിലും ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് ആധികാരികമാവുകയും ഖുർആന്റെയും ഹദീസിന്റെയും ഇസ്ലാമിക ചരിത്രങ്ങളുടെയും വെളിച്ചത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് മറച്ചുവെക്കുകയും ചെയ്യുന്ന മീഡിയ രീതികൾ സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതിനെ വളരെ ഗൗരവത്തോടുകൂടി രാജ്യത്തെ സ്നേഹിക്കുന്നവർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതു സംഘടനയാണ് ഇവിടെ രാജ്യത്ത് വസ്ത്രധാരണ രീതിയെക്കുറിച്ച് നിർബന്ധിക്കുന്നത്? ഇസ്ലാമിൽ ജീവിക്കുന്നവർ, മുസ്ലിമായി ജീവിക്കുന്നവൻ ഇങ്ങനെ ജീവിക്കണം, അത് പറയണ്ടേ പണ്ഡിതന്മാർ? അത് പറയണ്ടേ ഇസ്ലാമിക സംഘടനകൾ? അതല്ലാതെ ആളുകളുടെ വസ്ത്രത്തെ അവർക്ക് തയ്ച്ചു കൊടുക്കുന്ന രീതിയും അതിനുള്ള ആഫീസും തുറന്നു വെക്കുന്ന ഏർപ്പാടല്ല മതസംഘടനകൾക്കുള്ളത്. മതത്തിലേക്ക് ആളെ കൂട്ടാൻ ഒരു സംഘടനയും ഇവിടെ എഗ്രിമെന്റ് ഒന്നും ചെയ്തിട്ടില്ല ആരോടും. അടുത്ത കൊല്ലം അള്ളാഹുവിനോട് കരാറ് പറയാൻ, അടുത്ത കൊല്ലം ഇസ്ലാമിലേക്ക് ഒരു 10 ആളെ കൂടി കൂട്ടാന്ന് പറഞ്ഞിട്ട് ബലാത്കാരമായി ഇസ്ലാമിലേക്ക് ആളെ കൂട്ടുന്ന ഏർപ്പാടല്ല മതസംഘടനകൾ ചെയ്യുന്നത്. അത് അവരുടെ ബാധ്യതയല്ല, ദഅവത്തിന്റെ ബാധ്യതയുള്ളൂ. മതത്തിൽ ബലാത്കാരമില്ല, മതത്തിൽ അങ്ങനെ ഒരു ബലാത്കാരത്തിന്റെ രീതിയില്ല. പ്രവാചകനോട് അള്ളാഹു പറയുന്നുണ്ട്, തന്റെ മൂത്താപ്പ പോലും ഇസ്ലാമിനെ നിരാകരിക്കുന്ന ഒരു സന്ദർഭത്തിൽ സങ്കടപ്പെട്ടു പോകുന്ന പ്രവാചകനോട് ഖുർആൻ പറയുന്നുണ്ട്, അള്ളാഹു വിചാരിച്ചിരുന്നുവെങ്കിൽ ലോകത്തിലെ മുഴുവൻ ആളുകളെയും ഇസ്ലാമാക്കാൻ കഴിയുമായിരുന്നില്ലേ അള്ളാഹുവിന്? ഇവിടെ ഒരു ജാതിയല്ലേ ഉണ്ടാകുമായിരുന്നുള്ളൂ, ഒരു ഭാഷയും ഒരു ദേശവും ഒരു വർഗവും ഒരു വർണ്ണവുമല്ലേ ഉണ്ടാകുമായിരുന്നുള്ളൂ. അള്ളാഹു ചെയ്തില്ലല്ലോ അങ്ങനെ. അള്ളാഹു ചെയ്യാത്ത പണി പടപ്പുകളും ഇസ്ലാമും ചെയ്യണം എന്നാണോ ഇവിടുത്തെ മീഡിയകൾ പറയുന്നത്? അങ്ങനെ ചെയ്യുന്നു. ഖുർആൻ ചോദിക്കുകയാണ് പ്രവാചകനോട്, എന്നിട്ട് ഞാൻ ചെയ്യാത്ത കാര്യം ചെയ്യാമെന്ന് പ്രവാചകരെ അങ്ങ് വിചാരിക്കുന്നുവോ? ഞാൻ ചെയ്യാത്ത കാര്യം ലോകത്തിൽ മുഴുവൻ മുസ്ലിങ്ങളാവുക എന്നത്, ലോകത്തിലെ മുഴുവൻ ആളുകളും ഇസ്ലാമിക വേഷം ധരിക്കുക എന്നത്, ലോകം മുഴുവൻ ഇസ്ലാമിക രാഷ്ട്രമാവുക എന്നത് ഖുർആനിന്റെ ലോജിക്കിന് നിരക്കുന്ന കാര്യമല്ല. ഖുർആന്റെ ലോജിക്കിന് നിരക്കുന്ന കാര്യമല്ല. മുസ്ലിങ്ങൾ അങ്ങനെ വിചാരിക്കണില്ല. ഞങ്ങൾ ദഅവത്ത് നടത്തുന്നു, സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം. സ്വർഗത്തെക്കുറിച്ച് വാഗ്ദാനം നൽകുന്നു, അത് സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം. അല്ലാത്ത തരത്തിലുള്ള ഒരു കാര്യം ഞാൻ വീണ്ടും പറയുകയാണ്, മുസ്ലിം എന്ന കാനേഷുമാരി ചെയ്യുന്ന തോന്നിവാസങ്ങൾ ഇസ്ലാമിന്റെ മുകളിൽ കെട്ടിവെക്കാൻ ശ്രമിക്കരുത്. ജാഗ്രത പാലിക്കണം മീഡിയകൾ. ഇത്ര സമ്മോഹനമായിട്ടാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ ജീവിക്കുന്നത്. ഈ രാജ്യത്തോട് ഒഴുകിച്ചേർന്ന്, ഈ രാജ്യത്തിന്റെ വ്യവസ്ഥിതികളെ പാലിച്ച്, ഈ രാജ്യത്തോട് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇവിടുത്തെ വസ്ത്രധാരണ രീതി മാത്രമല്ല, ഭാഷ മാത്രമല്ല, ദഅവത്ത് മാത്രമല്ല, എന്തിനാണെന്നറിയോ അത്? ഇവിടുത്തെ മറ്റു സമൂഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവരുടെ വാതിലുകൾ, കൊട്ടിയടക്കപ്പെട്ട വാതിലുകൾ തുറക്കാൻ വേണ്ടിയിട്ടാണ്. ആ സമുദായത്തെ തിരിച്ചറിയാൻ ഇവിടുത്തെ മീഡിയകൾ ജാഗ്രതയോടുകൂടി തയ്യാറാവണമെന്നാണ് വിനീതമായി എനിക്ക് അപേക്ഷ.